ദീർഘകാലമായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ് കാവേരി നദീജല തർക്കം. അപ്പൊ കാവേരി നദീജല തർക്കം എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. കർണാടക, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിൽ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് കാവേരി നദീജല തർക്കം. അതുപോലെ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുൻപ്, അതായത് 1924 നിലവിൽ വന്ന ഒരു കരാർ മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമാണെന്ന് പറഞ്ഞ് കർണാടകയാണ് ആദ്യം പ്രതിഷേധിച്ചത്. പക്ഷേ ഈ കരാറിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്ന് തമിഴ്നാടും നിലപാടെടുത്തു. പ്രശ്നം പഠിക്കുന്നതിനായി 1990 കേന്ദ്ര സർക്കാർ ഒരു ട്രിബ്യൂണലിനെ നിയമിക്കുകയുണ്ടായി. അതുപോലെ 2007 പുറത്തു വന്ന അന്തിമ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണ ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ ഈ ധാരണ പ്രകാരം പ്രതിവർഷം 419 TMC ജലം തമിഴ്നാടിനും 270 TMC ജലം കർണാടകത്തിനും 30 TMC ജലം കേരളത്തിനും നിശ്ചയിച്ചു. അതുപോലെ 7 TMC ജലമാണ് പുതുച്ചേരിക്ക് നൽകുന്നത്. അതുപോലെ 1 TMC എത്രയാണ്? 1000 ദശലക്ഷം ക്യൂബിക് ആണെന്ന് കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക. അതുപോലെ സംസ്ഥാനങ്ങളുടെ പുനരാലോചനാ ഹർജികൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ നിലനിൽക്കുകയാണ്. റെക്കോർഡഡ് കോഴ്സിലേക്കുള്ള അഡ്മിഷനും മറ്റ് വിശദ വിവരങ്ങൾക്കുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.